ഗൈസ്, എല്ലാവർക്കും അപ്പം ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇന്ന് പതിവ് പോലെ മോന് ഫുഡൊക്കെ കൊടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ദീപക്ക് ഇന്ന് 11:30 മണിക്ക് വന്നു കേട്ടോ. എൻ്റെ ഇടയ്ക്ക് ഒരു ഹിന്ദി വന്നു പോകുന്നു, അതാ 11:30 ബജെ എന്ന് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഈ ബംഗാളി ഹിന്ദിയും പറഞ്ഞിപ്പോൾ എല്ലാ ഭാഷയും കൂടിക്കലർന്ന് വരുന്ന. അപ്പോൾ ചേച്ചിയുണ്ട്, ഇന്ന് ചേച്ചിക്ക് മീറ്റിങ്ങിലാണ്, ഓൺലൈൻ മീറ്റിങ്ങാണ്. അപ്പോൾ അവിടെ ആ റൂമിലിരുന്ന് മീറ്റിംഗ് ആവുന്നുണ്ട്. കൊച്ച് ഇത്രയും നേരം അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദീപക്ക് വന്നു, ഫുഡ് കൊടുത്തു, അവനെ തുടക്കാനൊക്കെ കൊണ്ടുപോയി, സുന്ദരനാവുന്നു. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. നല്ല ചൂടാണ് ഗൈസ്, പോരിഞ്ഞ ചൂടാണ്. 11:30 മണിയായപ്പോൾ ഞാൻ 3 നൈറ്റി മാറി കേട്ടോ, അത്രയ്ക്ക് വിയർപ്പാണ്. അപ്പോൾ ഗൈസ്, ഇത് ഇന്നലെ ചേച്ചി മേടിച്ചുകൊണ്ട് വന്ന ടോയാണ്. ഇത് കണ്ടോ, ഇന്നലെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് അവൻ കടിച്ചാൽ പോകില്ല കേട്ടോ. അപ്പോൾ ചേച്ചി മേടിച്ചുകൊണ്ട് വന്ന ടോയാണ്. അവന് ബിസ്ക്കറ്റും പെഡിഗ്രിയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന ടോയാണ് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഇന്നലെ മുതൽ ഇത് വിടുന്നില്ല. ഇത് ചെന്നെടുക്കാൻ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു മുറുകലൊക്കെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിനാണ് നിൽക്കുന്നത്. ഇന്നലെ രാത്രി 12 മണി വരെ ഉറങ്ങാതെ ഇതെടുത്ത് കളിച്ച്, ഇതേ കണ്ടോ, കൈ കൊണ്ട് മാന്തുന്ന കണ്ടോ, കളിച്ച് ഇതിന് വേണ്ടി ചാടുന്നതാണ്. കളിച്ച് കിടക്കുന്നുണ്ട്. 12 മണിയായപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു, കിടക്കാൻ പാടില്ലേടാ എന്ന് ചോദിച്ചപ്പോൾ കിടന്നു. ഇത് വേണോ പൊന്നിന്? ബോൺ എവിടെ? മോൻ്റെ പുതിയ ബോൺ ചേച്ചിമാർക്കൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. ഇത് വേണ്ട. അപ്പോൾ ഗൈസ്, ഇന്നലെ ബിസ്ക്കറ്റ് പെട്ടെന്ന് തീർന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം അവന് ബിസ്ക്കറ്റ് കൊടുക്കാഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ കട്ടിൻ്റെ ഇടയിൽ വഴക്കിട്ട് കിടക്കുന്നതായിരുന്നു കേട്ടോ. ഇത് കണ്ട് ഞാൻ ചേച്ചിയെ വിളിച്ചു പറഞ്ഞപ്പോൾ ചേച്ചി ഓഫീസ് വിട്ട് വന്നപ്പോൾ ദേ പെഡിഗ്രി, ഇത് കണ്ടോ, മോൻ്റെ പെഡിഗ്രിയാണ്. പെഡിഗ്രി തീർന്നിട്ടില്ല, എന്നാലും പെഡിഗ്രി, ഇത് കണ്ടോ, പെഡിഗ്രി മേടിച്ചുകൊണ്ട് വന്നു. ഇത് കണ്ടോ, പെഡിഗ്രി. പിന്നെ അവൻ്റെ ബിസ്ക്കറ്റ് 3 പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചു, ഞാൻ തട്ടി വെച്ചു. കണ്ടോ, അവൻ്റെ ബിസ്ക്കറ്റൊക്കെ ചേച്ചി മേടിച്ചുകൊണ്ട് വന്നു. ദേ കണ്ടല്ലോ. അപ്പോൾ ഇന്നലെ ബിസ്ക്കറ്റ് കൊടുക്കാഞ്ഞിട്ട് ഭയങ്കര വഴക്കായി. ഇവന് ഇല്ലായിരുന്നു കേട്ടോ, വേറെ ഒരു ബിസ്ക്കറ്റ് ആയിരുന്നു. അവൻ അത് വേണ്ട, ഈ ബിസ്ക്കറ്റ് തന്നെ വേണം. അപ്പോൾ വഴക്കിട്ടിട്ട് കട്ടിൻ്റെ അടി കയറി കിടന്നു. അപ്പോൾ പിന്നെ ഞാൻ വിളിച്ചിട്ട് വന്നില്ല. അങ്ങനെ വഴക്കൊക്കെ ഇട്ടപ്പോൾ ഞാൻ ചേച്ചിയെ വിളിച്ചു പറഞ്ഞു, നീ വരുന്ന വഴിക്ക് ബിസ്ക്കറ്റും പെറ്റ് കടയിൽ കയറി ബിസ്ക്കറ്റും പെഡിഗ്രി ഏതായാലും തീരാറായി, ഒരു കുറച്ച് ദിവസവും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന പെഡിഗ്രിയും ബിസ്ക്കറ്റൊക്കെ ഇന്ന് രാവിലെ അത് കൊടുത്തപ്പോഴാണ് അവന് സമാധാനമായത്. അപ്പോഴാണ് ആ ടോയും മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ, ഒരു ബോണും. ए टॉय भी नहीं चाहिए, टॉय जो ना तुम्ही को इतनी बेसी देखी नहीं जानी तो खेला আছে কাল 12 बजे घुमाई छे खेले करे. ഈ ടോയ് ഉള്ളതുകൊണ്ടുണ്ടല്ലോ അവൻ 2-3 പ്രാവശ്യം സ്കൂബ് എന്ന് വിളിച്ചിട്ട് ഗെയ്സ് കേൾക്കുന്നില്ല കേട്ടോ. അവൻ വന്നപ്പോൾ ഒന്ന് കുണ്ടിയൊക്കെ ആട്ടി പോയി ഒന്ന് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ടോയിൽ പിടിച്ച് നിൽക്കുന്ന കണ്ടോ. ഇന്നലെ 12 മണി വരെ ഇവൻ ഉറങ്ങിയിട്ടില്ല. ഇവൻ വില്ലനായിട്ടോ, മനസ്സിലായി അവനെയാണ് പറയുന്നത്. പുതിയ ടോയ് കിട്ടിയ ഇവന് 2-3 ദിവസം എക്സൈറ്റ്മെൻറ്റാണ് കേട്ടോ. ദീപക്ക് പറയുന്നത് എത്ര പ്രാവശ്യം ഞാൻ വിളിച്ച് അവൻ ഇങ്ങോട്ട് നോക്കുന്നില്ല എന്ന്. അത് ഈ കളിയിലായിപ്പോയി. അതാ പുതിയ ടോയൊക്കെ കിട്ടിയപ്പോൾ കളിയിലായിപ്പോയി. അത് ഞങ്ങൾ കുറേ പ്രാവശ്യമായിട്ട് ഇതുപോലത്തെ ടോയ് നോക്കുന്നത്, പക്ഷേ എല്ലാം ഇവൻ്റെ പല്ല് കൊണ്ട് കീറുന്നതാണ്. അപ്പോൾ ഇന്നലെ ഈ ടോയ് കിട്ടി, അപ്പോൾ അത് കൊണ്ടുവന്നു. ഇത് കണ്ടോ. ഞാൻ മാത്രം എടുത്താൽ ഒന്നും മുറുകൂല കേട്ടോ. അവിടെ ഇരിക്കുക മാമ തരും. ബോയ്സ് ദേബേ കീ ചോദിച്ചേ, എന്താ ഇത് കാണിക്കുന്നേ? മമ്മി തരൂലേ? കണ്ടോ, മോഹമൊക്കെ കാണിക്കുന്നത് കണ്ടോ. തരാമല്ലോ, അമ്മയുടെ പൊന്നിന് തരാമല്ലോ. അത് കണ്ടോ, കൈ പിടിക്കുന്നത് കണ്ടോ ഗൈസ്, കൈ പിടിച്ച് മേടിക്കുന്നത് കണ്ടോ, വില്ലനായിട്ടോ. കണ്ടോ, എൻ്റെ കൈ പിടിച്ച് ഡാഡിയൊക്കെ പോയി കഴിഞ്ഞാൽ മുറുകും. ഞാൻ മാത്രം പിടിച്ച് അവൻ എനിക്ക് മാത്രമേ ഒരു ഇളവ് തരുള്ളൂ കേട്ടോ. ദീപക്ക് ഇന്ന് നേരത്തെ വന്ന് 11:30. അപ്പോൾ ദീപക്ക് വന്നപ്പോൾ ഒന്ന് കുണ്ടിയൊക്കെ ഇങ്ങനെ ആട്ടി നല്ല രസമായിട്ടോ കാണാൻ. ചെന്നൊന്ന് മിണ്ടി.
അത് കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ദേ ഇത് പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇത് ഇനി ഇങ്ങനെ കുറേ നേരം പിടിച്ചുകൊണ്ട് നടക്കുക. ദീപക്ക് എന്തി പോന്നു ഇന്ന് ദീപക്ക് വിളിച്ചിട്ട് മൈൻഡില്ലാത്ത ഈ ടോയ് കിട്ടിയുണ്ടോ? 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും ഈ ടോയുടെ ഇത് മാറും, പിന്നെ അവന് പുതിയത് വേണം. സ്കൂബ് എവിടെയും നോക്കുന്നത്? സ്കൂബ് കോയ് നോക്കുന്നുണ്ട്. സ്കൂബ് കോയ്, സ്കൂബ് കോയ്. ഓ ഓ ദീപക്കിന് പൗഡർ ഇട്ടോന്നൊന്ന് കാണിച്ചിട്ട് വന്നേ. മോൻ്റെ മുഖത്തൊക്കെ പൗഡർ ഇട്ടോ, നല്ല വാസനയുണ്ട്, ശരീരത്തിന് നല്ല വാസനയുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തേ, കാണിച്ചു കൊടുത്തിട്ട് വന്നേ. സ്കൂബു പൗഡർ ലഗായിച്ചേ ദീപക്, സുന്ദർ होइछे, കാണിച്ചിട്ട് വാ, കാണിച്ചു. ഓ ഓ देखी देखी, ओ ओ खूब स्मेल છે ना? अरे बाबा दीपक को पापी देछे. ঠিক আছে ঠিক আছে, আয় 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 আয়, বাস 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 বাস, উপরে ওঠো। এটা খুব স্মেল আছে না? পাউডারটা স্মেল ഒക്കെ സ്കൂട്ടോ. അവ മോളിൽ കയറാൻ പറഞ്ഞപ്പോൾ കയറി, കണ്ടോ? അതെ പൗഡർ ഇട്ടതൊന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു, അതാ ചെന്ന് കാണിച്ചത് കേട്ടോ. എന്നിട്ട് അവന് ഉമ്മൊക്കെ കൊടുത്തിട്ട് വന്നു. ഇതൊക്കെയാണ് കളികൾ. ഇവൻ്റെ കോപ്രായങ്ങൾ കണ്ടിരുന്നാലുണ്ടല്ലോ നമ്മുടെ സമയം പോകും കേട്ടോ, പണിയൊന്നും നടക്കില്ല. എൻ്റെ അച്ചിങ്ങയും കായൊക്കെ അടുപ്പത്ത് കിടക്കുന്ന കുമ്പളങ്ങയും മാങ്ങക്കറിയൊക്കെ വെച്ചു. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ഞങ്ങൾ വ്യാഴവും ശനിയും വെള്ളിയൊക്കെ പച്ചക്കറികളാണ് കേട്ടോ, ചൊവ്വയൊക്കെ. ഞാനങ്ങനെ മീനൊന്നും കൂട്ടാറില്ല, ഞാൻ പ്യുവർ വെജാണ്. പിന്നെ മക്കൾക്ക് വേണ്ടിയാണ് ഈ ഇറച്ചിയും മീനൊക്കെ വെക്കുന്നത്. മക്കൾ അവർ കഴിക്കട്ടെ, അവർ കഴിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഞാൻ പച്ചക്കറിയാണ് കേട്ടോ. പിന്നെ ഇവന് വേണ്ടിയും വച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ വ്യാഴാഴ്ച ബൃഹസ്പതി വാരല്ലേ, നാരായണൻ മന്ത്രം കൃഷ്ണമന്ത്രമൊക്കെ ചൊല്ലുന്നതല്ലേ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ശനിയാഴ്ച വെള്ളിയാഴ്ച ചൊവ്വാഴ്ചയൊക്കെ ഇവിടെ പ്യുവർ വെജാണ് കേട്ടോ. പിന്നെ മക്കൾ എന്തെങ്കിലും ഒന്ന് നിർബന്ധ ബുദ്ധി എടുത്താൽ അവർക്ക് ഒന്ന് മുട്ട വറുത്ത് കൊടുക്കുകയോ അങ്ങനെ ചെയ്യത്തുള്ളൂ. അല്ലാത്ത ഞായറാഴ്ച ബുധനാഴ്ചയൊക്കെ മീൻ ഇറച്ചിയൊക്കെ വെക്കത്തുള്ളൂ. അത് മക്കൾക്ക് വേണ്ടിയാണ് കേട്ടോ. പിന്നെ ഇവന് വേണ്ടി, ഇവന് പിന്നെ വെച്ച് കൊടുക്കുവേ. അപ്പോൾ എൻ്റെ കായും അച്ചിങ്ങയൊക്കെ മെഴുക്ക് പുരട്ടി അടുപ്പത്ത് കിടക്കുന്നു. ഞാൻ ചെറുതായിട്ട് ഫ്ലെയിമിൽ വെച്ചിട്ട് വന്നിട്ടാണ് ഇവന് ഫുഡ് കൊടുക്കാൻ പോയത്. ഇവന് പൗഡർ ഇട്ടതും കാര്യങ്ങളും. ഇനി ഒന്ന് കൈയൊക്കെ കഴുകി പോയി ദീപക്കിന് ചായ ഇട്ട് കൊടുക്കണം. ഇന്ന് രാവിലെ അപ്പവും കടലക്കറിയായിരുന്നു, അപ്പോൾ അതൊക്കെ ദീപക്കിന് കൊടുക്കണം. ബോൺ എവിടെയെന്ന് ചോദിക്കുന്നവൻ, പുതിയ ബോൺ എവിടെയെന്ന് എടുത്ത് കാണിച്ചു കൊടുത്തേ. ബോൺ എവിടെ? മോൻ്റെ പുതിയ ടോയ് എടുത്ത് കാണിച്ചു കൊടുത്തേ, കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടോ ഗൈസ്, ഇത് മൊത്തം ബെഡ് മൊത്തം ഇവൻ്റെ ടോയാണ്. അതേ കയറി വരുന്ന ദീപക്കിന് കാണിച്ചു കൊടുത്തേ മോൻ്റെ പുതിയ ടോയ് എവിടെ. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ കൊണ്ടുവന്ന് റിമോട്ട് കൺട്രോള്, എ സിയുടെ റിമോട്ട് കൺട്രോള്, ടി വിയുടെ റിമോട്ട് കൺട്രോള് എല്ലാം ഇവിടെയാണ്, ബെഡിലാണ്. എത്ര ഒതുക്കിയിരുന്നാലും ഒതുങ്ങൂല. കാണിച്ചു കൊടുത്തേ, ദീപക്കിന് കാണിച്ചു കൊടുത്തേ മോൻ്റെ പുതിയ ടോയ് കാണിച്ചു കൊടുത്തേ. എവിടെ ഒന്ന് കാണിച്ചു കൊടുത്തേ ബോൺ, കാണിച്ചു കൊടുത്തേ. രക്ഷിക്ക് കാണിച്ചു കൊടുത്തേ, ദീപക്കിന് കാണിച്ചു കൊടുത്തേ മോൻ്റെ പുതിയ ടോയ് കാണിച്ചു കൊടുത്തേ. ടോയ് കാണിച്ചു കൊടുത്തേ ദീപക് ദാ ഏട്ടാ 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 കാണിച്ചു കൊടുത്തേ. ഓ വെരി ബാമ, ഇത് കാണിച്ചു കൊടുത്തേ ഏട്ടാ ഏട്ടാ കാണിച്ചു കൊടുത്തേ പൊന്നോ. ഏട്ടാ കാണിച്ചു കൊടുക്കട, ഇടക്കല്ല. ഒരു ഹായ് തന്നെ ചേച്ചി ചേട്ടന്മാർക്കൊക്കെ ഒരു ഹായ്. ഓ ഇത് പുതിയ ടോയ് കിട്ടിയ ഹായ് തരുമോ? ഹായ് തന്നെ, എല്ലാവർക്കും ഒരു ഹായ് തന്നെ. മമ്മി വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. ഹായ് തന്നെ. ദീപക്കിനെ കൊടുത്തേ ഒരു ഹായ്. ദീപക് എടാ കണ്ണ ഇങ്ങോട്ട് വന്നിടാ, പറഞ്ഞ മനസ്സിലാക്ക. ഹായ് കൊടുത്തേ എല്ലാ ചേച്ചിമാർക്കും ആൻറ്റിമാർക്കും അങ്കിൾമാർക്കും കൊച്ചനീജന്മാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും ഒരു ഹായ്. ഇങ്ങനെ എനിക്ക് വാ കൊണ്ട് തരാനല്ല പറഞ്ഞേ, കൈ കൊണ്ട്. കൂട്ടോ ബോഷ് 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 ബാബ ബോഷ് ബാബ. ഒരു ഹായ് കൊടുത്തേ. ഹായ് ഹായ്, ഈ കൈ കൊണ്ട് ഹായ് ഹായ് കൊടുത്തേ, ഹായ് കൊടുത്തേ. എല്ലാ ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് ഹായ് കൊടുത്തേ. ദീപക് ഹായ് കरो बोलो. ഹായ് ഹായ് തന്നെ. ഹായ് 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 देखी तो ഹായ്. ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. ആ കൈ ഉണ്ട്. ഹായ് ഹായ് ആറെക്ടു ഹായ്. ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. മമ്മി ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. ഓ ഗുഡ് ബോയ് ആണ്, ഗുഡ് ബോയ് സുന്ദരി ചെല്ലി ഗുഡ് ബോയ്. ദീപക് ദ എവിടെ? ദീപക്
ദീപക് ദാ ഹായ് ചേച്ചി, ഹായ് ചേച്ചി സബായ് ആൻറ്റി അങ്കിളിന് കൊച്ചു ചേട്ടന്മാർക്ക് അനുജന്മാർക്ക് അങ്കിൾമാർക്ക് ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കും ആൻറ്റിമാർക്കും എല്ലാവർക്കും പൊന്നു ഹായ് കൊടുത്തു അല്ലേ പൊന്നു? പൊന്നു നല്ല ഗുഡ് ബോയ് ആണ്. നല്ല ഇനിയും ചേച്ചിയൊക്കെ ടോയ് മേടിച്ചുകൊണ്ട് വരുള്ളൂ. ചേച്ചിയും ചേട്ടനൊക്കെ ടോയ് വേണോ? നിനക്ക് ബോൺ വേണോ? പുതിയ ബോൺ വേണോ? ടോയ് വേണോ? എന്നാൽ നല്ല കുട്ടിയായിരുന്നാൽ ടോയൊക്കെ മേടിച്ചു തരുള്ളൂ ചേച്ചി പുറത്ത് പോകുമ്പോഴെപ്പം പെറ്റിയോടെ പോയിരുന്നാലും അവന് ഓരോരോ ടോയ്സും ഓരോരോ കാര്യങ്ങളും മേടിച്ചുകൊണ്ട് വരും കേട്ടോ. അവൾക്ക് ഭയങ്കര വേവലാതി, അവൾക്കും അതെ അവനും അതെ. അവന് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അവൻ വന്ന് വരുമ്പം തന്നെ 9:30 മണിയാവും. ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും അവന് എന്ത് കണ്ടാലും അവൾ കളിപ്പാട്ടങ്ങൾ മേടിച്ചുകൊണ്ട് വരും. ബോണായിരുന്നാലും ഇവിടെ കൊണ്ടുവന്ന് എത്ര എണ്ണം നശിപ്പിച്ചു അവൻ. ഭയങ്കര ബോൾ കളിയാട്ടോ. എന്തായി താഴെ പോണോ? ദേവൻ സ്റ്റെപ്പ് അടിക്കുന്നു. അപ്പോൾ ഗൈസ് എല്ലാവരും വീഡിയോ കാണുന്നുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ ലൈക്കൊക്കെ കുറവാട്ടോ. അപ്പോൾ ലൈക്കൊക്കെ ഒന്ന് ചെയ്യണേ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ ഓടിയെത്തും കേട്ടോ നിങ്ങളുടെ കയ്യിൽ. പിന്നെ കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ബലം. അപ്പോൾ ഇന്നും ഞാൻ ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ എന്നൊക്കെ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം കേട്ടോ. എന്നാലും ഞാൻ പറയുന്നേ ഉള്ളേ. ദീപക്ക് എവിടെ പോകണം? അവിടെ നോക്കിയേ കാലുവിനെയൊക്കെ നോക്കുന്ന നോട്ടം കേട്ടോ കാണുന്നേ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ കേട്ടോ ഗൈസ്. ഇന്ന് ഇത്രയൊക്കെ വീഡിയോ ഉള്ളൂ കേട്ടോ. നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.